ഹലോ ഗെയ്സ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് എല്ലാം ഇന്നും നമ്മുടെ മാർക്കറ്റിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 23,935 മുകളിൽ ലിഫ്റ്റിക്കുന്ന ഒരു സി സൈഡ് ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം. അതുപോലെ നമ്മൾ ടാർഗറ്റ് പറഞ്ഞിരുന്നു 24,000 ലെവലാണ്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 23,870 മുകളിൽ ജസ്റ്റ് ഈ ഒരു ബിഗ് ക്യാൻഡലിൽ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ക്യാൻഡലിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൈ വോളിയം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വോളിയം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലല്ല, നമ്മുടെ ODX ഇൻഡിക്കേറ്ററിൽ ODX ടൂളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഈ ഒരു ലെവൽ ഷെയർ ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡലിൽ ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൈ വോളിയം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 32 കോടി, 22 കോടി, 19 കോടി ഔട്ട് ഓഫ് സമണിയിലൊക്കെ ഹ്യൂജ് ബൈ വന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റ് 24,000 എത്തും എന്നുള്ളൊരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു ടാർഗറ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്തു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സെയിം ടൈമിൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ബി പീരീഡിൽ ഒരു സിംഗിൾ പ്രിൻ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്നൊരു ഏരിയ ആണ്. പലപ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ എന്താണ് ഈ ഒരു ബി പീരീഡിൽ സിംഗിൾ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യം മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിഫ്റ്റിയിൽ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്തത്. നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചറിൻ്റെ ലെവൽ ഞാൻ മെൻഷൻ ചെയ്തു. അതായത് 23,916 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്കുള്ള ഒരു പെർഫോമൻസ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പം ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഒരു നെക്സ്റ്റ് ലെവലായിരുന്നു 24,000 എബോ. അവിടെ ആ ഒരു ഏരിയയിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എങ്കിലും ഫൈനലി നമ്മൾ പറഞ്ഞ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ടാർഗറ്റായിട്ടുള്ള 24,070 ലെവലും നിഫ്റ്റി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ നിഫ്റ്റി കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് റിജക്റ്റ് ചെയ്ത് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു റിവേഴ്സലും നമുക്ക് നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ടിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കറക്റ്റായിട്ടുള്ള ഒരു DHL പാറ്റേൺ ഓർഡർ ഫ്ലോയിൽ വന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഞാൻ ആ ഒരു ഏരിയ ട്രേഡ് എടുത്തില്ല, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇതുപോലുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.